ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ 12th കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലാസ് 12ന്റെ 2023യുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ ആണ് ഈ വീഡിയോയിലൂടെ ചെയ്ത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. തുടങ്ങാൻ എന്ന് പറയാൻ കാരണം ഞാൻ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ദിവസം സോൾവ് ചെയ്യുന്നതിനേക്കാൾ പകരമായിട്ട് നമുക്ക് സെക്ഷൻ വൈസ് സോൾവ് ചെയ്ത് തുടങ്ങാം. സെക്ഷൻ എയിൽ 18 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിനകത്ത് തന്നെ 15 MCQസും 3 അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇപ്പൊ സെക്ഷൻ എയിലുള്ള 18 ക്വസ്റ്റ്യൻസിന്റെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇന്ന് ചെയ്യാം. ഓക്കെ, അതായത് 9 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് സമയം പോലെ കിട്ടുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് വീഡിയോയിലൂടെ കണ്ട് പഠിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ആൻസേഴ്സും നമ്മൾ ഇന്ന് ചെയ്യുന്നില്ല. സെക്ഷൻ എയിലെ ഫസ്റ്റ് 9 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അധികം സമയം കളയേണ്ട, വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോ സെക്ഷൻ എയിൽ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് MCQs ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 9 ക്വസ്റ്റ്യൻസും MCQs തന്നെയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്: അക്കോർഡിംഗ് ടു കുളംസ് ലോ, വിച്ച് ഇസ് ദ കറക്റ്റ് റിലേഷൻ ഫോർ ദ ഫോളോയിങ് ഫിഗർ? നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നത് പോലെ Q1 ആൻഡ് Q2 എന്ന് പറയുന്ന രണ്ട് ചാർജസ് തന്നിട്ടുണ്ട്. അവ തമ്മിലുള്ള ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്ന ഫോഴ്സ് ഏതാണ്? F12. F12 എന്ന് വെച്ചാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ 2 by 1, അതായത് ഒന്നാമത്തെ ചാർജ് രണ്ടാമത്തെ ചാർജിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? ഫ്രം 1 to 2 ആണ് കൊടുത്തിരിക്കുന്നത്, റൈറ്റ്? അതായത് F12ന്റെ ഡയറക്ഷൻ ഇസ് ഫ്രം 1 to 2. ഫസ്റ്റ് ചാർജിൽ നിന്ന് രണ്ടാമത്തെ ചാർജിലോട്ട് പോകുന്നത് പോലെയാണ്. അതേപോലെ F21ന്റെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഫ്രം 2 to 1. ഇത് രണ്ടും, ഈ രണ്ട് ഫോഴ്സിന്റെയും ഡയറക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് എന്ത് തരത്തിലുള്ള ഫോഴ്സ് ആണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. നമുക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്, the forces F12 and F21 both of them are attractive forces. രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് എപ്പോഴാണ് അട്രാക്റ്റീവ് ആവുന്നത്? വെൻ ബോത്ത് ദ ചാർജസ് ആർ അൺലൈക്ക് ചാർജസ്. അതായത് Q1 നെഗറ്റീവ് ആണെങ്കിൽ Q2 വിൽ ബി പോസിറ്റീവ്, അല്ലെങ്കിൽ Q1 പോസിറ്റീവ് ആണെങ്കിൽ Q2 ഷുഡ് ബി നെഗറ്റീവ്. രണ്ടും ലൈക്ക് ചാർജസ് അല്ല, അതായത് രണ്ടും നെഗറ്റീവോ രണ്ടും പോസിറ്റീവോ അല്ല, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലോട്ട് നോക്കാം. ഓപ്ഷൻസിൽ നോക്കുമ്പോൾ എല്ലാം മൾട്ടിപ്പിൾ ഓഫ് Q1 ആൻഡ് Q2ന്റെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു നെഗറ്റീവ് ആൻഡ് ഒരു പോസിറ്റീവ് ചാർജ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്താണ് കിട്ടുക? നെഗറ്റീവ് ആണ് കിട്ടുക. ഓക്കെ, നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് ഇസ് ലെസ് ദാൻ 0. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ Q1 into Q2, അതായത് മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് ദ ചാർജസ് ഇസ് ലെസ് ദാൻ 0 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. Q1 into Q2 is less than 0. ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. രണ്ട് ചാർജ് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? അൺലൈക്ക് ചാർജസ് തമ്മിലാണ് അട്രാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കണം. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് മീൻസ് ഇറ്റ് ഇസ് ലെസ് ദാൻ 0. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ചോദ്യം ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓൺ ദ ആക്സിസ് ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്. നമ്മൾ സാധാരണ 2a എന്നാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് കൊടുക്കുക. അതിന്റെ ആക്സിയൽ പോയിന്റ് എന്ന് വെച്ചാൽ എന്താ? എലോങ് ദ ആക്സിസ് ആണ്. അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസസ് V എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് at the same distance on its equatorial line? ഇക്വറ്റോറിയൽ എന്ന് വെച്ചാൽ എന്താ? മിഡ് പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ആണ്. അപ്പൊ ഈ രണ്ട് ഡിസ്റ്റൻസും, അതായത് ഈ -Q ചാർജിൽ നിന്ന് ഇക്വറ്റോറിയൽ പോയിന്റിലോട്ട് വരുന്ന ഡിസ്റ്റൻസും +Q ചാർജിൽ നിന്ന് ഇക്വറ്റോറിയൽ പോയിന്റിലോട്ട് വരുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഇപ്പൊ നമ്മൾ R എന്ന് എടുക്കുവാണെങ്കിൽ പൊട്ടൻഷ്യലിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? KQ by R എന്നാണ് ഫോർമുല, റൈറ്റ്? KQ ഡിവൈഡഡ് ബൈ R ആണ്. അപ്പൊ ആദ്യത്തെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു -Q ചാർജ് എന്ന് പറയുന്നത് -KQ by R ഉം പൊട്ടൻഷ്യൽ ഡ്യൂ ടു +Q ചാർജ് എന്ന് പറയുന്നത് എന്താണ്? KQ by R ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. ഈ ഡെറിവേഷൻ നമ്മൾ ഡെറിവേഷൻ ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത്ര ഒന്നും ചിന്തിക്കാതെ തന്നെ ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള പൊട്ടൻഷ്യലിന്റെ ഇക്വേഷനും ആക്സിയൽ പോയിന്റിലുള്ള പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലെ? ഇക്വറ്റോറിയൽ പോയിന്റിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി 0 ഡ്യൂ ടു എ ഡൈപോൾ. കാരണം ഡൈപോൾ എന്ന് പറയുന്നത് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അതേസമയം ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ചോദിക്കുവാണെങ്കിൽ ഇക്വറ്റോറിയലിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഇക്വറ്റോറിയൽ വിൽ ബി ഈക്വൽ ടു
E axial divided by 2 ആണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. അതുകൊണ്ട് തന്നെ മൈനസ് പ്ലസ് ഒക്കെ എടുത്താലും നമ്മൾ വെക്ടർ സം ആണ് ചെയ്യുന്നത്. ഡെറിവേഷൻ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. റിലേഷനും എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ E ഇക്വറ്റോറിയൽ ഈക്വൽ ടു E ആക്സിയൽ ബൈ 2 ആണ്. അതേസമയം പൊട്ടൻഷ്യൽ ആണെങ്കിൽ വി ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 0. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, 0 എന്നുള്ള ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദ ടെമ്പറേച്ചർ T ഡിപെൻഡൻസ് ഓഫ് resistivity of materials A and material B is represented by figure 1 and 2. അപ്പോൾ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിൽ ഡിപെൻഡൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഫിഗർ 1 കാണിച്ചിരിക്കുന്നത് എന്താണ്? വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഇസ് ഡിക്രീസിങ്, അല്ലെ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയുന്നതായിട്ടാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന ഗ്രാഫിന്റെ ഷേപ്പ് ആണിത്, അല്ലെ? ഇവിടെ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചറിൽ റെസിസ്റ്റിവിറ്റി കൂടുതലും ടെമ്പറേച്ചറിന്റെ വാല്യൂ കൂടി വരുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു വരുന്നതുമായിട്ടാണ് ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ് ആദ്യത്തെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിലോ നമുക്ക് ഇവിടെ റെസിസ്റ്റിവിറ്റി കുറവാണ്. ഇനി ടെമ്പറേച്ചർ കൂടി പോകുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി വാല്യൂം ഇവിടെ കൂടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്, അല്ലെ? അപ്പൊ രണ്ടാമത്തെ ഫിഗർ പറയുന്നത് എന്താ? റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് with increase in temperature എന്നാണ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഫോർ ഡിഫറെന്റ് മെറ്റീരിയൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? മെറ്റാലിക് കണ്ടക്ടേഴ്സിനാണ് നമ്മൾ ഈ ഒരു റിലേഷൻ പഠിച്ചത്, അല്ലെ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കൂടും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറയുന്നത് ആർക്കാണ്? സെമി കണ്ടക്ടേഴ്സിനാണ് നമ്മൾ പഠിച്ചത്. സെമി കണ്ടക്ടേഴ്സ്. ഇനിയൊരു വിഭാഗമുണ്ട്, ആരാണ്? അലോയ്സിനെ സംബന്ധിച്ചും റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുക തന്നെയാണ് ചെയ്യുക. പക്ഷേ ദിസ് ഇൻക്രീസ് ഇസ് ഗോയിങ് ടു ബി വെരി സ്മോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ് കാണുന്നത്. ടെമ്പറേച്ചറും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഫോർ അലോയ്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരുള്ളൂ. അതായത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇൻക്രീസ് തന്നെയാണ്, പക്ഷെ വെരി സ്മോൾ ഇൻക്രീസ് ആണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ അലോയ്സ് എല്ലാം നമുക്ക് മനസ്സിലായി. അപ്പൊ ആദ്യത്തെ ഡയഗ്രാം ആരെ കറസ്പോണ്ടിങ് ആണ്? സെമി കണ്ടക്ടർ. രണ്ടാമത്തെ ഫിഗർ കാണിക്കുന്നത് മെറ്റാലിക് കണ്ടക്ടർ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലോട്ട് നോക്കാം. മെറ്റീരിയൽ എ ഇസ് കോപ്പർ. കോപ്പർ എന്ന് പറയുന്നത് മെറ്റാലിക് കണ്ടക്ടർ ആണ്. അപ്പൊ അതല്ല, എ ഷുഡ് ബി എ സെമി കണ്ടക്ടർ, റൈറ്റ്? ജെർമേനിയം ഇസ് എ സെമി കണ്ടക്ടർ ആൻഡ് കോപ്പർ ഇസ് എ മെറ്റാലിക് കണ്ടക്ടർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നിക്രോ എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. ഞാൻ പറഞ്ഞു അലോയിന്റെ ഗ്രാഫ് ഇതുപോലെയാണ് വരിക. അതായത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇൻക്രീസ് ഉണ്ടാവില്ല, ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഇൻക്രീസ് മാത്രമേ വരുള്ളൂ. അപ്പൊ ഓപ്ഷൻ സി അല്ല, കോപ്പറും നിക്രോമും അല്ല. നമുക്ക് മനസ്സിലായി ആദ്യത്തെ ഡയഗ്രാം സെമി കണ്ടക്ടേഴ്സ് ആണ്, കാരണം റെസിസ്റ്റിവിറ്റി കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ അത് ഡെഫിനറ്റ്ലി സെമി കണ്ടക്ടർ ആണ്. രണ്ടാമത്തെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് കൂടുന്നു. ആ കൂടുന്നത് തന്നെ നോക്കൂ, വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇങ്ങനെ പോകുമ്പോൾ എന്താ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അത് വരുന്നത് മെറ്റാലിക് കണ്ടക്ടേഴ്സിനാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 2 concentric and coplanar circular loops P and Q have their radii in the ratio 2:3. Loop Q carries a current of 9 ampere in the anti-clockwise direction. For the magnetic field to be 0 at the common center, loop P must carry how much current in which direction എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇത് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ട ഒരു പ്രോബ്ലം ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് 2 സർക്കുലാർ ലൂപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, P and Q. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തെ സർക്കുലാർ ലൂപ്പ്. നിങ്ങൾ പെർഫെക്റ്റ് സർക്കിൾ ആയിട്ട് ഒന്ന് സങ്കല്പിക്കൂ കേട്ടോ. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ സർക്കുലാർ ലൂപ്പ്. ആദ്യത്തേതിന്റെ പേര് P, രണ്ടാമത്തേതിന്റെ പേര് Q. അപ്പൊ ഇതാണ് ഇന്നർ ആണ് P, ഉള്ളിലുള്ളതാണ് ഔട്ടർ ആണ് Q. അങ്ങനെ വരയ്ക്കാൻ കാരണം റേഡിയയുടെ റേഷ്യോ 2:3 എന്ന് പറഞ്ഞു. അപ്പൊ Pന്റെ റേഡിയസ് 2 എടുക്കുവാണെങ്കിൽ ക്യൂവിന്റെ റേഡിയസ് അല്ലെങ്കിൽ പിന്റെ റേഡിയസ് 2x എടുക്കുവാണെങ്കിൽ ക്യൂവിന്റെ റേഡിയസ് 3x. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി Q carries a current of 9 ampere in the anti-clockwise direction. Okay. ആന്റി-ക്ലോക്ക്വൈസ് ഡയറക്ഷനിലാണ് ക്യൂവിന്റെ കറണ്ട്. എത്ര കറണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് ഗോയിങ് ടു ബി 9 ആംപിയർ കറണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. ഈ പിയിലൂടെ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എത്രയാണെന്ന് നോക്കാനായിട്ട് ക്യൂവില് ആന്റി ക്ലോക്ക്വൈസിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ നമുക്ക് നോക്കാം. ഓക്കെ, ഈ സെന്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കാനായിട്ട് നമുക്ക് എന്ത് റൂളാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ കറണ്ട് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മള്
ഈ ഫിംഗേഴ്സിനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ കേൾ ചെയ്യുവാണെങ്കിൽ ഈ തമ്പ് ഇസ് പോയിന്റിങ് ഇൻ ഔട്ട്വേർഡ്സ് അല്ലെ. ഇതാണ് നമ്മളുടെ പ്ലെയിൻ. അപ്പൊ എന്റെ തമ്പ് ഈ പ്ലെയിനിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇപ്പൊ ഇങ്ങനെ കേൾ ചെയ്യുമ്പോൾ തമ്പ് ഇസ് പോയിന്റിങ് ഔട്ട്വേർഡ്സ്, റൈറ്റ്? അപ്പോ ക്യൂ കൊണ്ടുണ്ടാകുന്ന magnetic field is going to be in the outward direction. Okay, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി സീറോ മാഗ്നറ്റിക് ഫീൽഡ് വരണം എന്നുണ്ടെങ്കിൽ പി കൊണ്ടുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി ഒപ്പോസിങ് ഇറ്റ് അല്ലെ. ഇൻവേർഡിൽ മാഗ്നറ്റിക് ഫീൽഡ് വരണം. ഇൻവേർഡിൽ മാഗ്നറ്റിക് ഫീൽഡ് വരണം എന്നുണ്ടെങ്കിൽ നോക്കൂ, ഈ തമ്പ് ഇൻവേർഡിൽ നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ സി ദിസ് ഇസ് ഹൗ ഇൻ ടു ദ പ്ലെയിൻ വരണമെങ്കിൽ മൈ ഫിംഗേഴ്സ് ആർ കേർലിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നിങ്ങൾ കൈ വെച്ചിട്ടൊന്ന് നോക്കൂട്ടാ, റൈറ്റ് ഹാൻഡ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് പോകുമ്പോൾ ഫിംഗേഴ്സ് ആർ പോയിന്റിങ് ഔട്ട്വേർഡ്സ്, വിച്ച് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ക്യൂ ഇസ് ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു പി ഷുഡ് ബി ഇൻവേർഡ്സ്, കാരണം ഔട്ട്വേർഡും ഇൻവേർഡും ഓപ്പോസിറ്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്സ് വന്നാലാണ് നമുക്ക് അവിടെ സീറോ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ടും ഔട്ട്വേർഡ് രണ്ടും ഇൻവേർഡ് ആണെങ്കിൽ ആഡ് ചെയ്ത് പോവുകയുള്ളൂ. ദേ വിൽ നെവർ ബിക്കം, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ നോട്ട് ബിക്കം സീറോ അല്ലെ. ഓപ്പോസിറ്റ് ആയിട്ട് വന്നാലാണ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് സീറോ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു പി ഷുഡ് ബി ഇൻ ദ ഇൻവേർഡ് ഡയറക്ഷൻ. ഇൻവേർഡിൽ വരണമെന്നുണ്ടെങ്കിൽ സി എന്റെ ഈ തമ്പ് ഇൻ ടു ദ പ്ലെയിൻ വരണമെന്നുണ്ടെങ്കിൽ the fingers are curling in the clockwise direction. അപ്പൊ നമുക്ക് കറന്റിന്റെ ഡയറക്ഷൻ മനസ്സിലായി എന്താണെന്ന്, ക്ലോക്ക് വൈസ് ആണെന്ന്. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓപ്ഷൻ സി എന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്കിനി 3 ഓപ്ഷൻസ് ആണുള്ളത്, 3 ആംപിയർ, 9 ആംപിയർ ആൻഡ് 6 ആംപിയർ. ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് സംഭവിക്കേണ്ടത്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം അല്ലെ. അതായത് B1 ഷുഡ് ബി ഈക്വൽ ടു B2. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ ലൂപ്പ് അറ്റ് ദ സെന്റർ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. μ0I, അപ്പൊ ആദ്യത്തെ ഞാൻ μ0I1 ഡിവൈഡഡ് ബൈ 2R എന്നാണ്. അപ്പോൾ ഇവിടെ 2R1 എഴുതി. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു μ0I2 ഡിവൈഡഡ് ബൈ 2R2 എന്ന് എഴുതാം. ഇവിടെ μ0യും 2ഉം ഒക്കെ ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അപ്പൊ വാട്ട് വി ആർ ഗെറ്റിംഗ് ഇസ് I1 ബൈ R1 ഇസ് ഈക്വൽ ടു I2 ഡിവൈഡഡ് ബൈ R2. അപ്പൊ ഇവിടെ I1 എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡിവൈഡഡ് ബൈ 2x ആണ് R1, which should be equal to I2 is 9 divided by 3x. റൈറ്റ്, R2 3x എന്നാണ് എടുത്തത് അല്ലെ. അപ്പൊ എക്സും എക്സും നമുക്ക് കട്ടായി പോയി. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 9 into 2 ഡിവൈഡഡ് ബൈ 3. ഈ 3യും 9ഉം കട്ടായിട്ട് 3 എന്ന് എഴുതും. 3 into 2 is 6 ആംപിയർ. അപ്പൊ 6 ആംപിയർ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ 6 ആംപിയർ എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നതും ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് കൃത്യമായിട്ടായാലേ നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറന്റ് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. എല്ലാവർക്കും അത് ഉപയോഗിക്കാനായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഫിംഗേഴ്സ് ഇങ്ങനെ കറന്റിന്റെ ഡയറക്ഷനിൽ കേൾ ചെയ്ത സർക്കുലർ ലൂപ്പിനാണെങ്കിൽ ഓക്കെ, ഫിംഗേഴ്സ് കറന്റിന്റെ ഡയറക്ഷനിൽ കേൾ ചെയ്താൽ the thumb will be pointing in the direction of magnetic field. ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. എ ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ ഓഫ് റേഡിയസ് A carries a steady current I. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. അതിന്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കറന്റ് I is flowing through it. The current is uniformly distributed across its cross section. Across the area, current uniformly ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. The ratio of magnitudes of magnetic field at a point distant A by 2 above the surface of the wire to that at a point distance A by 2 below its surface. Okay, അപ്പൊ ഇതാണ് A എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് A by 2 above. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡും ഈ സർഫസിൽ നിന്ന് A by 2 ബിലോ എന്ന് പറയുമ്പോൾ ഈ ഒരു എന്താ പറയാ, ഈ ലൂപ്പിന്റെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ ഉള്ളിലായിട്ടാണ് ആ പോയിന്റ് വരിക. ഞാൻ ഫിഗർ ഒന്നും കൂടെ വലുതാക്കിയിട്ട് അടുത്ത സ്ക്രീനിൽ വരച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡയഗ്രാം കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി വരച്ചതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് കണ്ടക്ടർ, അതിന്റെ റേഡിയസ് A ആണ്.
P1 എന്ന് പറയുന്നത് സർഫസിൽ നിന്ന് a/2 അകലെയുള്ള ഒരു പോയിന്റ്. P2 എന്ന് പറയുന്നത് സർഫസിൽ നിന്ന് ഉള്ളിലോട്ട് a/2 എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആംപിയർ സർക്യൂട്ടൽ തിയറം ആണ്. അക്കോർഡിംഗ് ടു ആംപിയർ സർക്യൂട്ടൽ തിയറം BDL is equal to mu0 I. I എന്ന് പറയുന്നത് കറന്റ് എൻക്ലോസ്ഡ് വിതിൻ ദ ആംപീരിയൻ ലൂപ്പാണ്. അപ്പൊ ആദ്യത്തെ ഫിഗർ ചെയ്യാനായിട്ട്, ആദ്യത്തെ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ആംപീരിയൻ ലൂപ്പിനെ നമുക്ക് ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുന്നത് അല്ലെ. This is going to be the Amperian loop in the case of the first case. Okay. അപ്പോ അവിടുത്തെ റേഡിയസ് എന്തായിരിക്കും? ഈ ആംപീരിയൻ ലൂപ്പിന്റെ റേഡിയസ് എന്തായിരിക്കും? അപ് ടു ദിസ് ഇസ് എ, അത് കഴിഞ്ഞിട്ട് വീണ്ടും a/2 എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടെ പോയിട്ടുണ്ട്, റൈറ്റ്? അപ്പൊ റേഡിയസ് ഓഫ് ദ ആംപീരിയൻ ലൂപ്പ് ഇസ് ഗോയിങ് ടു ബി a plus a/2 which will be equal to 3a/2 ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ആംപിയർ സർക്യൂട്ടൽ തിയറം യൂസ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് ആംപിയർ സർക്യൂട്ടൽ തിയറം യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇന്റഗ്രൽ B.dl അല്ലെ. B ഇൻറ്റു ഇന്റഗ്രൽ dl എന്ന് വെച്ചാൽ എന്താ? ലെങ്ത്, ടോട്ടൽ ലെങ്ത് ആണ്. ഇത് ആംപീരിയൻ ലൂപ്പ് അല്ലേ, അപ്പൊ അതിന്റെ ടോട്ടൽ ലെങ്ത്, ഇപ്പൊ ഇതൊരു സർക്കുലാർ പോലെയല്ലേ വരുന്നത്, സർക്കിളിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2π ഇൻറ്റു റേഡിയസ്. ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? 3a/2 which is equal to mu0 into I. I എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ കറണ്ടും ഇതിനകത്ത് എൻക്ലോസ്ഡ് ആണ്, റൈറ്റ്? സോ ഇറ്റ് ബി mu0 I. ഇതാണ് ആദ്യത്തെ ഫോർമുല. അപ്പൊ നമുക്ക് B1, അതായത് അറ്റ് ദ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി, വിച്ച് ഇസ് ഈ 2നെ ഞാൻ മുകളിലോട്ട്, ഈ 2 നമുക്ക് കട്ടാക്കി കളഞ്ഞു. ബാക്കി എന്തെഴുതാം? mu0 I ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 3a എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആംപീരിയൻ ലൂപ്പ് ഷുഡ് ബി ഇൻസൈഡ് അല്ലെ. P2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയല്ലേ നിൽക്കുന്നത്. സോ ദ ആംപീരിയൻ, ആദ്യത്തെ നമുക്ക് ആംപീരിയൻ ലൂപ്പ് കുറച്ചുകൂടി വലുതായിട്ടാണ് വരച്ചത്. ഇവിടെ നമുക്ക് ആംപീരിയൻ ലൂപ്പ് വരയ്ക്കുമ്പോൾ സെക്കൻഡ് പോയിന്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആംപീരിയൻ ലൂപ്പ് വരയ്ക്കുന്നത്, റൈറ്റ്? സോ അപ്പൊ അവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് ദ ആംപീരിയൻ ലൂപ്പ് ഇസ് ഗോയിങ് ടു ബി a/2. അത് മാത്രമല്ല, ടോട്ടൽ കംപ്ലീറ്റ് നമ്മുടെ സ്ട്രേറ്റ് കണ്ടക്ടർ ഇസ് നോട്ട് ഗോയിങ് ടു ബി എൻക്ലോസ്ഡ് വിതിൻ ദ ആംപീരിയൻ ലൂപ്പ്. അപ്പൊ അവിടുത്തെ കറന്റ് എൻക്ലോസ്ഡ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി ഡിഫറെന്റ്. അപ്പൊ ആദ്യം നമുക്ക് B2 ഇൻറ്റു ഇന്റഗ്രൽ dl എന്ന് പറയുന്നത് ലെങ്ത് ആണ്, 2πr തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. 2π ഇൻറ്റു ഇവിടുത്തെ r എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഗോയിങ് ടു ബി a/2 which is equal to mu0 I dash. ഇവിടുത്തെ കറന്റ് എൻക്ലോസ്ഡ് ഹാസ് ടു ബി കാൽക്കുലേറ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ സ്ട്രേറ്റ് കണ്ടക്ടർ, റൈറ്റ്? ഔട്ട്സൈഡ് ആണെങ്കിൽ കംപ്ലീറ്റ് സ്ട്രേറ്റ് കണ്ടക്ടറിലെ കറണ്ടും എൻക്ലോസ്ഡ് വിതിൻ ദ ആംപീരിയൻ ലൂപ്പ് ആണ്. ഇവിടെ പോയിന്റ് ഈസ് ഇൻസൈഡ്. അപ്പോൾ a/2 എന്ന് പറയുന്ന റേഡിയസ് ഉള്ള, അതായത് ആദ്യം നമ്മളുടെ ഫുൾ കണ്ടക്ടറിന്റെ റേഡിയസ് എന്തായിരുന്നു? a ആണ്. അതിലൂടെ പോകുന്ന കറന്റ് ആണ് I എന്ന് പറയുന്നത്. അപ്പൊ a/2 എന്ന് പറയുന്ന റേഡിയസിലൂടെ എത്ര കറന്റ് പാസ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഇത് the current is uniformly distributed over the area of cross section എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? വിച്ച് മീൻസ് വാട്ട്? പൈ a സ്ക്വയർ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ എൻറ്റയർ സ്ട്രേറ്റ് കണ്ടക്ടർ. അതിലൂടെയുള്ള കറന്റ് ആണ് I എന്ന് നമ്മൾ എടുത്തത്, റൈറ്റ്? അപ്പൊ ഇവിടുത്തെ ഏരിയ എത്രയാണ്? പൈ ഇൻറ്റു a സ്ക്വയർ ബൈ 4 ആണ്. കാരണം റേഡിയസ് ഇസ് a/2. സോ റേഡിയസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ ബൈ 4. അതിലൂടെയുള്ള കറന്റ് എങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുക? പൈ a സ്ക്വയറിനുള്ളത് I ആണ്. സോ പൈ a സ്ക്വയർ ബൈ 4നുള്ള കറന്റ് എന്ന് പറയുമ്പോൾ I ഡിവൈഡഡ് ബൈ 4 ആണ്, റൈറ്റ്? അപ്പൊ ഇവിടെ I ഡാഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി I/4. അപ്പൊ ഈ 2ഉം കട്ടായി പോയി. വി ക്യാൻ റൈറ്റ് വാട്ട്? B2 is equal to mu0 I/4 ഡിവൈഡഡ് ബൈ പൈ a. ഇവിടെയുള്ള ഈ പൈ എനെ നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്നു, റൈറ്റ്? B2 ഈക്വൽ ടു mu0 I ഡിവൈഡഡ് ബൈ 4πa. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? B1 ബൈ B2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. B1 ഡിവൈഡഡ് ബൈ B2 is equal to B1 നമുക്ക് കിട്ടിയ എന്താണ്? mu0 I ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 3a എന്നാണ് B1 കിട്ടിയത്, റൈറ്റ്? വി ക്യാൻ റൈറ്റ് mu0 I ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 3a ഡിവൈഡഡ് ബൈ B2 എന്നുള്ളതിനെ നമുക്ക് മൾട്ടിപ്ലൈ വിത്ത് റെസിപ്രോക്കൽ. ഓക്കെ, ഇവിടെ എന്താണ്? 4πa ഡിവൈഡഡ് ബൈ mu0 I എന്ന് എഴുതാം, മൾട്ടിപ്ലൈ വിത്ത് റെസിപ്രോക്കൽ. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 4πa ഡിവൈഡഡ് ബൈ mu0 I. mu0 I കട്ടായി പോയി, പൈ കട്ടായി പോയി, എയും കട്ടായി പോയി. സോ ദ ആൻസർ ഇസ് 4/3. നമുക്ക് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4:3. നമ്മൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ 4:3 ഉണ്ടോ എന്ന് നോക്കാം. 4:3 ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് മനസ്സിലാക്കാം.
ഓക്കെ, നമ്മളുടെ ഓപ്ഷനിൽ 4:3 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, 4:3. എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത 6th ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഓൺ എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ് ഇൻക്രീസ്ഡ്, മാഗ്നറ്റൈസിംഗ് ഫീൽഡും പെർമിയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ബി ഇസ് ഈക്വൽ ടു, ഇപ്പോൾ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബി ഈക്വൽ ടു μ0 NI ആണ്. ഇതില് ഈ NI എന്ന് പറയുന്ന സംഭവത്തിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റൈസിംഗ് ഫീൽഡ്, അല്ലെങ്കിൽ നമ്മൾ H എന്ന് എഴുതാറുണ്ട്, റൈറ്റ്? വിച്ച് മീൻസ് ബി ഇസ് ഈക്വൽ ടു μ0 into H, or μ0 is equal to B divided by H. ഈ ഫോർമുല നമ്മൾ അതേപടി പഠിക്കുന്നുണ്ട്, റൈറ്റ്? എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. μ0 equal to B divided by H, റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ആണ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? മാഗ്നറ്റൈസിംഗ് ഫീൽഡ് ഇൻക്രീസ് ആവുമ്പോ, അപ്പോ എച്ച് ഇൻക്രീസ് ആവുമ്പോ വാട്ട് വിൽ ഹാപ്പൻ ടു μ0? μ0യും എച്ചും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, റൈറ്റ്? എച്ച് ഇൻക്രീസ് ആവുമ്പോ μ0 ഷുഡ് ഡിക്രീസ്. അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഇറ്റ് ഷുഡ് ഡിക്രീസ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. an iron cord coil is connected in series with an electric bulb with an AC source as shown in the figure. Okay, ഇതിനകത്തൊരു അയൺ കോർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. when iron piece is taken out of the coil, ഇതിൽ നിന്ന് അയൺ പീസ് ടേക്കൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ഇറ്റ്സ് ഇൻഡക്ടൻസ് വാല്യൂ? ഇൻഡക്ടൻസ് വാല്യൂ വിൽ ഡിക്രീസ്, അല്ലെ? സെൽഫ് ഇൻഡക്ടൻസ് വാല്യൂ വിൽ ഡിക്രീസ്. ഈ സെൽഫ് ഇൻഡക്ടൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് ഡിപ്പെൻഡ്സ് ഓൺ ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, അല്ലെ? മോർ കറന്റ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് വിൽ ഗ്ലോ ബ്രൈറ്റർ, ലെസ് കറന്റ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് വിൽ ഗ്ലോ വിത്ത് ലെസർ ബ്രൈറ്റ്നസ്, അല്ലെ? ബ്രൈറ്റ്നസ് കുറയും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ല് കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു കറന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് വി നോ ദ ഫോർമുല ഫോർ എക്സെൽ. എക്സെൽ എന്ന് വെച്ചാൽ എന്താ? റിയാക്ടൻസ് ആണ്, വിച്ച് ഇസ് L omega. When L decreases, XL will decrease. When XL, reactance, decreases, current will increase. എങ്ങനെയാണ്? കറന്റിന്റെ ഫോർമുല ഇസ് I is equal to E divided by XL എന്നാണ്, റൈറ്റ്? അപ്പൊ XL കുറഞ്ഞാൽ, when XL decreases, current will increase. ഈ XL decrease ആയി നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? L ആണ് കുറയുന്നത്, അല്ലെ? അയൺ അതിന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ the value of self inductance will get reduced. സെൽഫ് ഇൻഡക്ടൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ XL കുറയും, കാരണം XL is L omega, അല്ലെ? അപ്പൊ L കുറഞ്ഞാൽ XL will decrease. When XL decrease, current will increase. Current will increase, which means the brightness of the bulb will also increase. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ ഒരു വെരി ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അബൌട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പൊ ഇതിൽ 4 ഓപ്ഷനിൽ 3 എണ്ണം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അബൌട്ട് EM വേവ്സ്. ആദ്യത്തെ നോക്കാം. ദീസ് വേവ്സ് ഡു നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ. വെരി വെരി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നോൺ നമ്മൾ മെറ്റീരിയൽ മീഡിയം ആവശ്യമുള്ള വേവ്സിനെ പറയുന്നത് മെക്കാനിക്കൽ വേവ്സ് എന്നാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ഒരു നോൺ മെക്കാനിക്കൽ വേവ് ആണ്. മെക്കാനിക്കൽ വേവ് അല്ല. സൗണ്ടിന് ഒരു മീഡിയം റിക്വയർഡ് ആണ്. അതേസമയം ഒരു EM വേവ്സിനും, അത് വിസിബിൾ ലൈറ്റ് ആയിക്കോട്ടെ മറ്റേത് component of the electromagnetic spectrum ആണെങ്കിലും they do not require any material medium for its propagation. അപ്പൊ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരാൻ പറ്റില്ല. നോട്ട് ട്രൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് അറ്റൈൻ ദ മാക്സിമ ആൻഡ് മിനിമ അറ്റ് ദ സെയിം ടൈം. ദാറ്റ് ഈസ് ട്രൂ, അല്ലെ? ഒരേപോലെയാണ്, അതിന് ഫേസ് ഡിഫറൻസ് ഇല്ലാതെയാണ് EM waves propagate ചെയ്തുകൊണ്ടിരിക്കുന്നത്. So that statement is also true. Energy of electromagnetic wave is divided equally between electric and magnetic fields. That statement is also a true statement. ഇതും EM wavesന്റെ ഒരു പ്രത്യേകത പ്രോപ്പർട്ടി തന്നെയാണ്. Both electric and magnetic field vectors are parallel to each other. It is wrong. It is perpendicular to each other ആണ്. Electric and magnetic fields are propagating perpendicular to each other or mutually perpendicular direction ആണ്. അപ്പൊ ഇത് false statement ആണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത് 4th വൺ ആണ്. കാരണം വിച്ച് ഇസ് നോട്ട് ട്രൂ, വിച്ച് ഇസ് ഫാൾസ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 9th ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പറഞ്ഞിരുന്ന അവസാനത്തെ ചോദ്യം. ഓക്കെ, റെക്ടാംഗിൾ, സ്ക്വയർ, സർക്കുലർ ആൻഡ് an elliptical loop all in the XY plane. ഓക്കെ, XY പ്ലെയിനിലുള്ള they are moving out of a uniform magnetic field with constant velocity V equal to V I cap
the magnetic field is directed along the negative x direction. Negative x direction means what? Into the plane. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, വിച്ച് ഇസ് into the plane, into the plane. ഓക്കെ, ഇനി ഇതിലൂടെ ഒരു റെക്ടാങ്കിൾ വി ഐ ക്യാപ്പ് എന്നാണ് അതിന്റെ വെലോസിറ്റി പറഞ്ഞിരിക്കുന്നത്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് മൂവിങ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ it will not be, see, the question is what? During the passage of these loops out of the field region will not remain constant for, അതായത് induced EMF will not remain constant for എന്നുള്ളതാണ് ചോദ്യം. ഇൻഡ്യൂസ്ഡ് EMF ന്റെ ഇക്വേഷൻ എന്താണ്? E equal to minus d phi by dt. ചേഞ്ച് ഇൻ ഫ്ലക്സ്, ചേഞ്ച് ഇൻ ഫ്ലക്സ്, ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? NBA cos theta, റൈറ്റ്? അപ്പൊ ഇവിടെ ഏരിയ കൃത്യമായിട്ട് ഇതിലൂടെ ഈ റെക്ടാങ്കിൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ദ ഏരിയ ഡിക്രീസ് ഇൻ ഏരിയ ഇസ് ഗോയിങ് ടു ബി യൂണിഫോം. അതേസമയം ഇതൊരു സർക്കിൾ ആണെങ്കിലും എന്താണ് ഈ ഡിക്രീസ് ഇൻ ഏരിയ ഇപ്പോ ഇതിനകത്ത് കവറപ്പ് ചെയ്ത് പോകുന്ന, ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ ഐ വിൽ ടെൽ യു. ഇവിടെ 1 2 3 1 2 3 1 2 3 ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വരച്ചു. ഓക്കെ, ഇവിടെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ ഓരോ സമയത്തും ഇത് കവറപ്പ് ചെയ്ത് പോകുന്നത് രണ്ട് ക്രോസ് സിംബൽസിനെയാണ്. രണ്ട് ക്രോസ് സിംബൽസ് ഞാൻ പറയാൻ കാരണം ഈക്വൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമുക്ക് പറയാം. ചേഞ്ച് ഈസ് ഹാപ്പനിങ് ടു ഈക്വൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതേസമയം ഇത് 1 2 3 1 2 3 ഇങ്ങനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്താൽ സർക്കിൾ ആണെങ്കിൽ, ഓക്കെ, ഇതിങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് 2 കവറപ്പ് ചെയ്തു. അതേസമയം ഈ സർക്കിള് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഫീൽഡിനെ മാത്രമേ കവറപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ ഓരോ സൈഡിലുള്ള, ഇവിടെയാണെങ്കിൽ നോക്കൂ, എല്ലായിടത്തും ബ്രെഡ്ത്ത് ഒരേപോലെയാണ്. സോ ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഹാപ്പനിങ് ഇൻ എ കോൺസ്റ്റന്റ് വേ. അതേസമയം സർക്കിളിന് ഓരോ സ്ഥലത്തുള്ള ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ, that is going to be different, right? അപ്പൊ ഈ സർക്കിൾ ആണെങ്കിലും എലിപ്സ് ആണെങ്കിലും ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഓരോ സമയത്തും ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് dB is going to be different. റെക്ടാങ്കിളിനാണെങ്കിൽ dB, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഗോയിങ് ടു ബി സെയിം. കാരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ റെക്ടാങ്കിൾ ആണെങ്കിൽ ഇതിന്റെ ഓരോ സ്ഥലത്തുള്ള ഈ ഒരു വിഡ്ത്ത് സെയിം അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈക്വൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്സിനെയാണ് അത് കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത്. അതേസമയം എലിപ്സിനാണെങ്കിലും സർക്കിളിനാണെങ്കിലും അത് ഓരോ സമയത്തും കട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ magnetic field, change in magnetic field is going to be constant for rectangle. Change in magnetic field constant ആയതുകൊണ്ട് തന്നെ induced EMF will be constant for rectangular loop. അതേസമയം സർക്കുലാറിനും എലിപ്റ്റിക്കലിനും induced magnetic field will be different. Reason അവയുടെ ഉള്ള change in magnetic field is going to be different. dB value will be different. അപ്പൊ will not remain constant എന്നാണ് ചോദിച്ചിരിക്കുന്നത്. They will not remain constant for which both circle and elliptical loop. Circular and elliptical loop, which is ഓപ്ഷൻ ബി. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 9 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാന്ന് പറഞ്ഞത്. കാരണം ടോട്ടലി സെക്ഷൻ എയിൽ 18 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 18 ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങൾക്ക് അറ്റ് എ ടൈമിൽ ഇരുന്ന് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള ഒരു സമയം ഉണ്ടാവണം എന്നില്ല. അപ്പൊ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് ബാക്കി 9 ക്വസ്റ്റ്യൻസ് ഫ്രം സെക്ഷൻ എ ചെയ്യാം. അതുപോലെ ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് പല പല സെക്ഷൻസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഡൗട്ട്സ് മാത്രമല്ല, നിങ്ങളുടെ ഹാപ്പിനെസ്സും എല്ലാം നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എഴുതാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.